എനിക്ക് കുറേ ഹെയർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ, പക്ഷെ ഇതൊന്നും അവൾ തലയിൽ വെക്കില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. വാൻ ഗോഗിൻ്റെ സ്റ്റാറി നൈറ്റ്സ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഒബ്സഷനാണ്. സ്റ്റാറി നൈറ്റ്സ് ഇംപ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്സസറീസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മേക്കപ്പ് ബ്രഷ് മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കൊരു തോന്നൽ ഇതിൻ്റെ മുകളിൽ വാൻ ഗോഗിൻ്റെ സ്റ്റാറി നൈറ്റ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്താലോ എന്ന്. ഞാൻ ആദ്യം ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ച് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ത്രെഡ് ചുറ്റുമാണ്. അത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അതെന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വാൻ ഗോഗിൻ്റെ ഈ സ്റ്റാറി നൈറ്റ്സ് പെയിൻറ്റിങ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് അത്. അത് നേരിട്ട് കാണണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമുണ്ട്. എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ആ പെയിൻറ്റിങ്ങിനോട് എനിക്ക് പൂർണ്ണമായി നീതി പുലർത്താൻ കഴിയില്ല, കാരണം അത് വാൻ ഗോഗാണ്. വാൻ ഗോഗിനെ പോലെ വാൻ ഗോഗ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ആ പെയിൻറ്റിങ്ങിനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ട് ഞാൻ ഒരു ശ്രമം നടത്തുകയാണ്. പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു LED ബൾബ് ഇട്ട് കൊടുക്കുകയാണ്. വലിയ തരക്കേടില്ലാന്ന് തോന്നിട്ടോ. ഇനി സ്ട്രിങ് LED വെച്ചിട്ട് ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഈ യെല്ലോ സർക്കിൾസ് ഉള്ള സ്പോട്സിലെല്ലാം ഞാൻ ഈ LED ഫിറ്റ് ചെയ്യാണ്. വാൻ ഗോഗ് യൂസ് ചെയ്ത ഈ യെല്ലോയെ പറ്റി ഒരു രസകരമായ ഒരു ഫാക്ട് ഉണ്ട്. കൗസ് യൂറിൽ നിന്നാണ് ഈ യെല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കളർ കിട്ടാൻ വേണ്ടി പശുക്കൾക്ക് മാംഗോ ലീവ്സ് മാത്രം കൊടുത്തിരുന്നത്. യെല്ലോ ലൈറ്റ് ഇട്ടപ്പോൾ എനിക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടോ. ലൈറ്റ് ഇതേപോലെ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ത്രെഡ് വെച്ചിട്ട് ആ പരിപാടി ചെയ്തത്. പക്ഷെ അത് 100% വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി ഞാൻ കുരുവിയുടെ എല്ലാ ഹെയർ ബാൻഡ്സും കൂട്ടിക്കെട്ടി ഈ വേസിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ബ്ലൂ ലൈറ്റ് ആണോ യെല്ലോ ലൈറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ.